നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ റൈസ് ഒരു 2 ദിവസം വരെ കേടാൻ വേണ്ടിയിരിക്കും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ നല്ലൊരു റൈസാണിത്. ആ റൈസ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു 3/4 ഭാഗം മാത്രം നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ റൈസ് ഒരു 2 ദിവസം വരെ കേടാൻ വേണ്ടിയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള റൈസ് നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന റൈസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ഞാനിവിടെ ഒരു ലെമൺ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനൊന്നും കൃത്യമായിട്ടൊരു മെഷർമെൻ്റ് ഒന്നുമില്ല. അതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ്. ഞാനിവിടെ വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഉണക്കമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കടലപ്പരിപ്പ്, കാഷ്നട്ട്, കപ്പലണ്ടി, നമുക്ക് ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പും ചേർക്കാം. പിന്നെ കടുക്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. എണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ആ ഉണക്കമുളക് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളക് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിയണം. നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇഞ്ചി നന്നായിട്ട് മൊരിയണം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. കപ്പലണ്ടിയും ചേർക്കാം. ഇത് രണ്ടും മൊരിഞ്ഞെടുക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഏറ്റവും ആദ്യം ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് കാഷ്നട്ട് ചേർക്കാൻ മതി. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും കടലപ്പരിപ്പൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാഷ്നട്ടും മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ റൈസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 2 ദിവസം വരെയൊക്കെ നമുക്കിത് കേടാൻ വേണ്ടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെമൺ ജ്യൂസ് നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം. നമ്മുടെ റൈസിലേക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണിത്.